പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ ലഭിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. സൂപ്പർ താരമായ റോമൻ റെയിൻസ് നിലവിൽ എവിടെയാണ് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. നിലവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ റോമൻ റെയിൻസ് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ അഭിനയിക്കുന്ന കോ ആക്ടർ സോഷ്യൽ മീഡിയ സ്റ്റോറിയിൽ പങ്കുവെച്ച പിക്ചറിൽ നിന്നാണ് നമുക്ക് റോമൻ റെയിൻസിനെയും കൂടി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ ഒരു സിനിമയിൽ റോമൻ റെയിൻസിൻ്റെ റോള് വലുതാണോ അതോ ക്യാമിയോ ആണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ റോമൻ റെയിൻസ് ആ ഒരു സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റിൽ റോമൻ റെയിൻസ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിന് സമാനമായ രീതിയിൽ സെൻറ്ററിൽ ഇരിക്കുന്ന, അതുപോലെ തന്നെ റോമൻ റെയിൻസിൻ്റെ അടുത്തുള്ള യുവതി ആ ടൈറ്റിൽ ബെൽറ്റ് പിടിച്ചിരിക്കുന്ന ഒരു പിക്ചറൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ജസ്റ്റ് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരിക്കാം എന്നുള്ളതും സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് അപ്ഡേറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് റോമൻ എന്നുള്ളത് 100% ഷുവർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റോമനുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ള മറ്റൊരു അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ മെമ്പേഴ്സായ സോളോ സിക്കോവ, ഊസോസ് തുടങ്ങിയവരുടെ അച്ഛൻ റിക്കീഷി അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ അഭിപ്രായമാണ്. അതായത് റോക്കിൻ്റെ ബ്ലഡ് ലൈനും റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈനും തമ്മിലുള്ള ഒരു മത്സരം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് റിക്കീഷി പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോക്കി ഇനി തിരികെ വന്നാൽ റോക്ക് റോമൻ റെയിൻസിനെ ചതിക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അപ്പോൾ അതിലൂടെ റോക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പും റോമൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ബ്ലഡ് ലൈൻ ഗ്രൂപ്പും വരും. അങ്ങനെ ഇത് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ തമ്മിൽ ആരാണ് യഥാർത്ഥ ബ്ലഡ് ലൈൻ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നടക്കുകയും അതിൽ വിജയിക്കുന്നവർക്ക് യഥാർത്ഥ ബ്ലഡ് ലൈൻ ഗ്രൂപ്പായി മാറാൻ സാധിക്കുമെന്നുള്ള ഒരു സ്റ്റോറി ലൈൻ ഭാവിയിലേക്കുള്ള ഒരു അപ്ഡേറ്റ് എന്നോണമാണ് റിക്കീഷി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവെക്കുന്നത്. അപ്പോൾ റിക്കീഷിയുടെ ഈ ഒരു അഭിപ്രായം നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജിമ്മി ഊസോയെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ബ്ലഡ് ലൈൻ്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്ത സോളോ സിക്കോവ ടാമ ടോങ്ക എന്ന പുതിയ റെസ്ലറിനെ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ പോൾ ഹേമനും ഇപ്പോൾ സോളോ സിക്കോവയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും റോമൻ റെയിൻസ് തിരികെ വന്നാൽ പോൾ ഹേമനും റോമൻ്റെ കൂടെ പോകും. എന്തായാലും റോമൻ്റെ തിരിച്ചുവരവ് ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്റ്റോറി ലൈനിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും റോമൻ റെയിൻസിനെ സംബന്ധിച്ച് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സുകൾ ഇതൊക്കെയാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.